JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. കേട്ടറ്റ് പരീക്ഷ ഫെബ്രുവരി 21, 23 തീയതികളിൽ നടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭാഷ സ്വായത്തമാക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള ഏറ്റവും നിർണായകമായ ഘട്ടം. ഭാഷ സ്വായത്തമാക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള ഏറ്റവും നിർണായക ഘട്ടം. ഓപ്ഷൻ എ പ്രസവത്തിന് മുമ്പുള്ള കാലഘട്ടം, ഓപ്ഷൻ ബി ശൈശവത്തിന്റെ ആദ്യകാലം, ഓപ്ഷൻ സി മധ്യകാല ബാല്യം, ഓപ്ഷൻ ഡി കൗമാരം. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ആദ്യകാല ബാല്യം. ആദ്യകാല ബാല്യം. അടുത്ത ക്വസ്റ്റ്യൻ. കോൾബർഗിന്റെ ധാർമ്മിക വികാസത്തിന്റെ ഘട്ടങ്ങളിൽ ഉൾപ്പെടുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് കോൾബർഗിന്റെ ധാർമ്മിക വികാസത്തിന്റെ ഘട്ടങ്ങളിൽ ഉൾപ്പെടുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സോഷ്യൽ കോൺട്രാക്ട് ഓറിയന്റേഷൻ. സോഷ്യൽ കോൺട്രാക്ട് ഓറിയന്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ക്ലാസ് ചർച്ചകളിൽ ഒരു അധ്യാപകൻ പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകുമ്പോൾ ഇത് ഒരു ഉദാഹരണമാണ്. ഏത് ഉദാഹരണമാണ്? ഓപ്ഷൻ എ ലിംഗപരമായ പക്ഷപാതം, ഓപ്ഷൻ ബി ലിംഗ വ്യക്തിത്വം, ഓപ്ഷൻ സി ലിംഗപരമായ പ്രസക്തി, ഓപ്ഷൻ ഡി ലിംഗസ്ഥിരത. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, ലിംഗ പക്ഷാപാതം. ലിംഗപക്ഷാപാതമാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടികളുടെ ലിംഗപരമായ സ്റ്റീരിയോ ടൈപ്പുകളും കർശനമായ ലിംഗപരമായ റോളുകളും കുറയ്ക്കാൻ സഹായിക്കുന്ന സമീപനം ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുട്ടികളുടെ ലിംഗപരമായ സ്റ്റീരിയോ ടൈപ്പുകളും കർശനമായ ലിംഗപരമായ റോളുകളും കുറയ്ക്കാൻ സഹായിക്കുന്ന സമീപനം ഏതാണ്? 4 ഓപ്ഷൻസിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ലിംഗപരമായ വിവേചനത്തെക്കുറിച്ചുള്ള ചർച്ച. ലിംഗപരമായ വിവേചനത്തെക്കുറിച്ചുള്ള ചർച്ച. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടികൾ സജീവമായി അറിവ് നിർമ്മിക്കുന്നുവെന്നും സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ അവരുടെ ചിന്തയെ രൂപപ്പെടുത്തുന്നുവെന്നും എടുത്തു കാണിച്ച സൈദ്ധാന്തികൻ ആരാണ്? കുട്ടികൾ സജീവമായി അറിവ് നിർമ്മിക്കുന്നുവെന്നും സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ അവരുടെ ചിന്തയെ രൂപപ്പെടുത്തുന്നുവെന്നും എടുത്തു കാണിച്ച സൈദ്ധാന്തികൻ ആരാണ്? 4 പേരുടെ പേര് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ, ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ലെവ് വൈഗോസ്കി. ലെവ് വൈഗോസ്കി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. 5 വയസ്സുള്ള നജിമ ഒരു കടങ്കഥ പരിഹരിക്കുന്നതിനിടയിൽ സ്വയം സംസാരിക്കുമ്പോൾ ഈ സ്വയം മാർഗനിർദ്ദേശക സംസാരം അറിയപ്പെടുന്നത്? 5 വയസ്സുള്ള നജിമ ഒരു കടങ്കഥ പരിഹരിക്കുന്നതിനിടയിൽ സ്വയം സംസാരിക്കുമ്പോൾ ഈ സ്വയം മാർഗനിർദ്ദേശക സംസാരം അറിയപ്പെടുന്നത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം എന്ന്? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, സ്വകാര്യ പ്രസംഗമാണ് അല്ലെ, സ്വകാര്യ പ്രസംഗം. അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടികളുടെ വികസനം പ്രധാനമായും എന്തിനെ സൂചിപ്പിക്കുന്നു? കുട്ടികളുടെ വികസനം പ്രധാനമായും എന്തിനെ സൂചിപ്പിക്കുന്നു? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. അതിൽ ഏതാണ് ശരി ഉത്തരം? കുട്ടികളുടെ വികസനം പ്രധാനമായും എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഏതാണ്? ശാരീരികം, മാനസികം, സാമൂഹികം, വികാരാത്മക വളർച്ച. അതായത് കുട്ടികളുടെ വികസനം ബഹുമുഖമാണ്. ശാരീരികമാണ്, ബുദ്ധിപരമാണ്, വികാരാത്മകമാണ്, സാമൂഹികമാണ് എന്നിവ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ വികസനം ബഹുമുഖമാണ്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വികസനം ജീവിതകാലം മുഴുവൻ തുടരുന്ന പ്രക്രിയയാണെന്ന് പറഞ്ഞത് ആര്? വികസനം ജീവിതകാലം മുഴുവൻ തുടരുന്ന പ്രക്രിയയാണെന്ന് പറഞ്ഞത് ആരാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഏതാണ്? ഹാവിക്
ഹർസ്റ്റ് ആണ് ശരി ഉത്തരം. ഹാവിക് ഹർസ്റ്റ്. ഹാവിക് ഹർസ്റ്റ് വികസന പ്രവർത്തനങ്ങൾ, അതായത് ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന ആശയം അവതരിപ്പിച്ചു. ഹാർവിക് ഹർസ്റ്റ് വികസന പ്രവർത്തനങ്ങൾ, അതായത് ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന ആശയം അവതരിപ്പിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. പിയാജെയുടെ അഭിപ്രായത്തിൽ കുട്ടികൾ അറിവ് നേടുന്നത് എങ്ങനെ? പിയാജെയുടെ അഭിപ്രായത്തിൽ കുട്ടികൾ അറിവ് നേടുന്നത് എങ്ങനെ? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം എന്ന്. ഓപ്ഷൻ സി ആണല്ലേ, സജീവ അനുഭവങ്ങൾ വഴി. പിയാജെയുടെ അഭിപ്രായത്തിൽ കുട്ടികൾ അറിവ് നേടുന്നത് എങ്ങനെയാണ്? സജീവ അനുഭവങ്ങൾ വഴി. പിയാജെ അനുസരിച്ച് കുട്ടികൾ സജീവമായി പരിസരവുമായി ഇടപെട്ടാണ് പഠിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള ഘട്ടം ഏത്? ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള ഘട്ടം ഏത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, സെൻസറി മോട്ടോർ. പിയാജെയുടെ ആദ്യ ഘട്ടമാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന ആശയം ഏത് ഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്? ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന ആശയം ഏത് ഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം എന്ന് കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, സെൻസറി മോട്ടോർ. വസ്തു കാണാതായാലും നിലനിൽക്കുന്നു എന്ന ബോധം സെൻസറി മോട്ടോർ ഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. 2 മുതൽ 7 വയസ്സ് വരെ ഉള്ള ഘട്ടം ഏത്? 2 മുതൽ 7 വയസ്സ് വരെയുള്ള ഘട്ടം ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? 2 മുതൽ 7 വയസ്സ് വരെയുള്ള ഘട്ടം ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, പ്രീ ഓപ്പറേഷണൽ. അതായത് ഈ ഘട്ടത്തിൽ കുട്ടികൾ ചിഹ്നങ്ങളും ഭാഷയും ഉപയോഗിക്കാൻ തുടങ്ങും. അതായത് ഈ ഘട്ടത്തിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ ശരി ഉത്തരം, പ്രീ ഓപ്പറേഷൻ ആണ്. അതിൻ്റെ ഈ ഘട്ടത്തിൽ കുട്ടികൾ ചിഹ്നങ്ങളും ഭാഷയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങും. അടുത്ത ക്വസ്റ്റ്യൻ. ഈഗോസെൻട്രിസം കൂടുതലായി കാണുന്ന ഘട്ടം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഈഗോസെൻട്രിസം കൂടുതലായി കാണുന്ന ഘട്ടം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഏതാണ്? പ്രീ ഓപ്പറേഷണൽ. മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഈഗോസെൻട്രിസം. മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഏത്? ഈഗോസെൻട്രിസം. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? പ്രീ ഓപ്പറേഷണൽ. അടുത്ത ക്വസ്റ്റ്യൻ. സംരക്ഷണ സിദ്ധാന്തം കൺസർവേഷൻ വികസിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? സംരക്ഷണ സിദ്ധാന്തം വികസിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഏതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ. അളവ്, എണ്ണം, ഭാരം എന്നിവയുടെ സംരക്ഷണം കോൺക്രീറ്റ് ഓപ്പറേഷണൽ ഘട്ടത്തിലാണ്. പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. സങ്കല്പാത്മക ചിന്ത അബ്സ്ട്രാക്ട് തിങ്കിങ് വികസിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? സങ്കല്പാത്മക ചിന്ത അബ്സ്ട്രാക്ട് തിങ്കിങ് വികസിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, ഫോർമൽ ഓപ്പറേഷണൽ. ഫോർമൽ ഓപ്പറേഷണൽ, അതായത് ഫോർമൽ ഓപ്പറേഷണൽ ഘട്ടത്തിൽ സങ്കല്പ ചിന്ത സാധ്യമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ZPD അവതരിപ്പിച്ചത് ആര്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അവതരിപ്പിച്ചത് ആര്? ആരാണ്? 4 പേരുടെ പേര് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ, അതിൻ്റെ അകത്ത് ആരാണ് ഇത് ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അവതരിപ്പിച്ചത്? ആരാണ്? ഓപ്ഷൻ സി ആണല്ലേ, വൈഗഡോസ്കി ആണ് ശരി ഉത്തരം അല്ലേ. കുട്ടിക്ക് സഹായത്തോടെ ചെയ്യാവുന്ന പ്രവർത്തനങ്ങളുടെ പരിധിയാണ് ZPD. കുട്ടിക്ക് സഹായത്തോടെ ചെയ്യാവുന്ന പ്രവർത്തനങ്ങളുടെ പരിധിയാണ് ZPD. അടുത്ത ക്വസ്റ്റ്യൻ. പെഡഗോഗി എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? പെഡഗോഗി എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, അധ്യാപനത്തിന്റെ ശാസ്ത്രവും കലയും. പെഡഗോഗി എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? അധ്യാപനത്തിന്റെ ശാസ്ത്രവും കലയും. പെഡഗോഗി പഠിപ്പിക്കൽ രീതികളും തന്ത്രങ്ങളും ഉൾക്കൊള്ളുന്നു. പെഡഗോഗി പഠിപ്പിക്കൽ രീതികളും തന്ത്രങ്ങളും ഉൾക്കൊള്ളുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടി കേന്ദ്രീത
പഠനം പ്രാധാന്യം നൽകുന്ന ഏതിനാണ്? കുട്ടി കേന്ദ്രീത പഠനം പ്രാധാന്യം നൽകുന്ന എന്തിനാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുട്ടി കേന്ദ്രീത പഠനം പ്രാധാന്യം നൽകുന്ന ഏതിനാണ്? ഓപ്ഷൻ സി ആണല്ലേ, കുട്ടിയുടെ താല്പര്യത്തിനും കഴിവിനും. അതായത് ചൈൽഡ് സെൻട്രേഡ് എഡ്യൂക്കേഷൻ കുട്ടിയുടെ ആവശ്യങ്ങൾ മുൻനിർത്തുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പഠനം ഫലപ്രദമാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പഠനം ഫലപ്രദമാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, പ്രേരണ, മോട്ടിവേഷൻ ആണ് പഠനം ഫലപ്രദമാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പ്രേരണ കുട്ടിയുടെ പഠന താല്പര്യം വർദ്ധിപ്പിക്കുന്നു. പ്രേരണ ഉണ്ടെങ്കിൽ അത് കുട്ടിയുടെ പഠന താല്പര്യം വർദ്ധിപ്പിക്കാൻ സഹായകമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ബഹു ഇന്ദ്രിയ പഠനം മൾട്ടി സെൻസറി ലേണിംഗ് എന്തിന് സഹായിക്കുന്നു? ബഹു ഇന്ദ്രിയ പഠനം എന്തിനാ സഹായിക്കുന്നേ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. പഠനം ആസ്വാദ്യകരവും ഫലപ്രദവുമാക്കാൻ, അതായത് കേൾവി, കാഴ്ച, സ്പർശം തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടുമ്പോൾ പഠനം മെച്ചപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ലക്ഷ്യമിടുന്നത്. ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, എല്ലാ കുട്ടികൾക്കും ഒരേ അവസരം നൽകുക. അതായത് പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികളടക്കം എല്ലാവരെയും ഒരുമിച്ച് പഠിപ്പിക്കുന്നതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതായത് ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.